പ്രിയപ്പെട്ടവരെ, ദേവളിയുടെ മഹത്വത്തെപ്പറ്റി പങ്കുവയ്ക്കുന്ന ഗ്രീൻ റൂമിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് സേക്രഡ് ഹാർട്ട്, പാലായിലെ സേക്രഡ് ഹാർട്ട് പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. ഞങ്ങളിപ്പോൾ ധന്യൻ കദലിക്കാട്ട് മത്തായച്ചൻ്റെ കബറിടത്തിൽ കയറി അവിടെ പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രൊവിൻഷ്യൽ അമ്മയെ കാണാനും മറ്റ് സിസ്റ്റേഴ്സിനെ കണ്ട് അവരുടെ ജീവിത ശൈലിയും അവരുടെ വിശുദ്ധിയെ പറ്റിയൊക്കെ ഒന്ന് അറിയാനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്യാമ്പസും കാണാം, ഒപ്പം അവരുടെ വിശേഷവും അറിയാം. ഞങ്ങളുടെ ഇവിടെ ഉള്ളത് സേക്രഡ് ഹാർട്ട് പ്രൊവിൻഷ്യൽ ഹൗസ്, പാലയിലെ പ്രൊവിൻഷ്യൽ അമ്മയാണ്. അപ്പോൾ നമുക്ക് മദറിനോട് തന്നെ ഈ ഹൗസിനെ പറ്റിയും ഈ കോൺഗ്രിഗേഷനെ പറ്റിയൊക്കെ കൂടുതൽ ചോദിക്കാം. അപ്പം മദർ എന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? നിങ്ങൾ ഈ കാണുന്ന ഹൗസ് ഞങ്ങളുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ എസ്എച്ച് പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഹൗസാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ സമൂഹം ആരംഭിച്ചത് ഇവിടെ തന്നെയാണ്. ചെറിയൊരു ഹൗസ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അതിപ്പോൾ റിനോവേറ്റ് ചെയ്ത് വലിയൊരു വേറൊരു ഹൗസാക്കി, ഇപ്പോൾ ഒരു പുതിയ ഹൗസാക്കി മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സമൂഹം തുടങ്ങുന്നത് 1911 ജനുവരി 1-നാണ്. അത് സ്ഥാപിച്ച് തുടങ്ങിയത് ധന്യൻ കദലിക്കാട്ടിൽ മത്തായച്ചൻ, പാലാ രൂപതയിൽ തന്നെയുള്ള ഒരു വൈദികനായിരുന്നു. അദ്ദേഹം 1901 ഫെബ്രുവരി 17-നാണ് ഒരു വൈദികനായിട്ട് തീർന്നത്. പിന്നെ 10 വർഷം പ്രാർത്ഥിച്ച് കണ്ടെത്തിയ ഒരു ദൈവ പ്രചോദനമാണ്, ഒരു ദിവ്യ പ്രചോദനമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം തുടങ്ങുന്നതിന് 2-3 കാരണങ്ങളുണ്ടായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തോട് ഭയങ്കര ഭക്തിയുള്ള ഒരു വൈദികനായിരുന്നു ധന്യൻ കദലിക്കാട്ടിൽ മത്തായച്ചൻ. 2 തിരുവചനം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:38 അതിങ്ങനെയാണ്: എൻ്റെ ഹൃദയം മരണതുല്യമായ ദുഃഖമാണ് ഞാൻ അനുഭവിക്കുന്നത്. നമുക്കറിയാതെ എവിടെയാന്ന്, ഗത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ പറയുന്നൊരു തിരുവചനമാണ്. ആ ഒരു വചനം ധന്യൻ മത്തായച്ചനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കാരണം മാനവപാപ പരിഹാരത്തിനായിട്ട് ഈശോ ഇത്രയധികം പീഡകൾ ഏറ്റിട്ടും വീണ്ടും അത് സ്വീകരിക്കാതിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ അവസ്ഥ കണ്ടിട്ട് ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കണം. അതിന് മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്നൊരു വിശുദ്ധ, ആ വിശുദ്ധയ്ക്ക് ഈശോയുടെ തിരുഹൃദയം ഒരു ദർശനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഹൃദയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, മനുഷ്യമക്കളെ അത്യധികമായി സ്നേഹിക്കുകയും എന്നാൽ അവരിന്ന് വളരെ കുറച്ച് മാത്രം സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുന്ന എൻ്റെ ഹൃദയം നീ കാണുക. നിങ്ങൾ ഒരുപക്ഷെ ആ ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും, ഈശോ ഇങ്ങനെ ഹൃദയം കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു എന്താണ് ചിന്ത സ്ഥാപകപിതാവിൻ്റെ ധന്യൻ കദലിക്കാട്ടിൽ മത്തായച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കണം, മഹത്വം നൽകണം, പിന്നെ പാവപ്പെട്ട അനാഥരായിട്ടുള്ളവരെ സംരക്ഷിക്കണം. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് ഉയർക്കൊണ്ടതാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. അതിൻ്റെ ആദ്യത്തെ ഭവനം ഇവിടെ തന്നെയായിരുന്നു. ഇതാണ് പ്രഥമ പ്രോവിൻസ്. അതിൻ്റെ പേര് പാലാ എസ്എച്ച് പ്രോവിൻസ് തന്നെയാണ്. ഇപ്പോൾ തിരുഹൃദയ സന്യാസ സമൂഹത്തിൽ 11 പ്രോവിൻസുകളുണ്ട്. അത് ഇന്ത്യക്കകത്ത് തന്നെ. പിന്നെ 5 ഭൂഖണ്ഡങ്ങളിലായി 387 ഹൗസുകളിൽ 3500 സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ളത് സിസ്റ്റർ ആഗ്നസും കുടുംബവുമാണ്. സിസ്റ്റർ എങ്ങനെ ദൈവസ്നേഹം അറിഞ്ഞു എന്നും ഈ ദൈവവിളി തിരഞ്ഞെടുക്കാനുണ്ടായ അനുഭവങ്ങളും നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? അതിനൊരു 26 വർഷം ബൈക്കിലേക്ക് പോകേണ്ടി വരും ആ കഥയൊന്ന് പറയണമെങ്കിൽ. അപ്പോൾ അത് ഞാനൊരു 26 വർഷം എന്ന് പറഞ്ഞാൽ ആഗ്നസ് സിസ്റ്ററിന് ഒരു 4 മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങളൊരു ധ്യാനത്തിന് പോകാം. അത് കുടുംബത്തിൽ കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പരിചയമുള്ള ബ്രദേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു ബ്രദർ നമ്മളോട് പറഞ്ഞ് നമുക്കൊന്ന് പോട്ടയ്ക്ക് പോയാലോ, ധ്യാനമൊക്കെ കൂടിയാലോ
എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനപ്പോൾ അതിനെപ്പറ്റി കുറേ നാൾ ഒന്ന് ആലോചിച്ച് കുറച്ച് ഒന്ന് ടൈം എടുത്ത്. അപ്പോൾ ഞാനപ്പോൾ പിന്നെ ബ്രദർ പറഞ്ഞ ടൈമിന് കഴിഞ്ഞ് പിന്നെയും കുറേ കഴിഞ്ഞാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ ഒരാൾ ഉണ്ണി ബ്രദർ എന്ന് പറയും, കട്ടപ്പനയിൽ നമുക്ക് പോട്ടയ്ക്ക് ഡിവൈനിലേക്ക് ആളെയൊക്കെ പിന്നെ ബസ്സിൽ കൊണ്ടുപോകുന്നൊരു ബ്രദറായിരുന്നു. പിന്നെ സിസ്റ്ററിന് 4 മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ ആ കൊണ്ടുപോകുന്ന ടൈമിൽ ശരി, അപ്പോൾ സിസ്റ്ററിനെയും കൊണ്ടുപോയി. ഞാനത് ധ്യാനം കംപ്ലീറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ പുതിയ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റി. ആ ധ്യാനത്തോടു കൂടി നമ്മൾ പുതിയ വ്യക്തിയായിട്ട് മാറുകയായിരുന്നു. അത് അവിടെ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടയിൽ ഭാഷാവരം കിട്ടി. അങ്ങനെ അവിടെ പേരെടുത്ത് അച്ഛൻ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലെനിക്ക് നല്ലൊരു വിശ്വാസം, ദൈവം എൻ്റെ കൂടെയുണ്ട്, കർത്താവിനെ എൻ്റെ കുടുംബത്തെയും രക്ഷിക്കും, അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ. അപ്പോൾ ആ ഒരു ധ്യാനമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ. ആ ധ്യാനം കഴിഞ്ഞ് വന്ന് അവിടുന്ന് വചനം വായിക്കാനുള്ള നല്ലൊരു അനുഗ്രഹം എനിക്ക് കിട്ടി. അപ്പോൾ ഈ വചനത്തിലൂടെ വന്നു കഴിഞ്ഞ് പിന്നീട് നമ്മൾ വന്നു കഴിഞ്ഞ് ബൈബിൾ ഒരു ദിവസം പോലും രാവിലെ വായിക്കാത്ത ദിവസമാണ്. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്ത് തിരക്കാണെങ്കിലും വചനം വായിക്കാതെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, പപ്പയുടെ ആ കഴിഞ്ഞ 26 വർഷമായിട്ട് ബൈബിൾ വായന നിർത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത് ഭയങ്കര പ്രചോദനമായിട്ടുണ്ടെന്നുള്ളത്. വചനം വായിക്കുക മാത്രമല്ല, വചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വചനത്തിൽ നമുക്ക് എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും ജീവിതത്തിൽ ആ ഓരോ വചനങ്ങളെ നമുക്ക് ധ്യാനിച്ച് അതിലൂടെ മുന്നേറാൻ കഴിയുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു വചനഭാഗം ഓർത്ത് പറയാം, അതിൻ്റെ അധ്യായം ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിലും, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അത്രേ. ഇതുപോലെ കുറേ വചനങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിച്ച് നമുക്ക് ആ ഒരു വചനഭാഗങ്ങൾ നമ്മളെ മനസ്സിലപ്പോൾ വരും. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നതെന്നും അവസാനം വരെ അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇങ്ങനെ ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്പർശിച്ച് അതിലൂടെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ എപ്പോഴാണ് ഈശോയിലോട്ട് കൂടുതൽ അടുക്കണം? അത് ഡിഗ്രി കാലഘട്ടത്തിലാണ് സിസ്റ്റർക്ക് അങ്ങനെ തോന്നിയത്, ഈശോ ദൈവവിളി ചൂസ് ചെയ്യണം, അതൊക്കെ എപ്പോഴാണ് തോന്നിയത് സിസ്റ്ററിന്? ഏകദേശം ഒരു UP കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയം മുതൽ എനിക്ക് സിസ്റ്റർ ആകാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതിന് പിന്നിൽ ലിസി എന്ന് പറഞ്ഞൊരു ടീച്ചർ, എന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, വെള്ളയാംകുടി സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞ് ഞങ്ങൾക്കവിടെ ജപമാലയ്ക്ക് പോകുന്ന ഒരു ശീലം ഞങ്ങളുണ്ടായിരുന്നു. അപ്പം ടീച്ചർ ആർക്ക് വേണമെങ്കിലും പോകാമായിരുന്നു. അപ്പം ജപമാല ചൊല്ലി കഴിഞ്ഞ ശേഷം ടീച്ചർ ഞങ്ങൾക്ക് വിശുദ്ധരുടെ കഥകളും സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും ജപമാല ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ ദൈവവിളിയിൽ ഒരുപാട് എന്നെ സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ജീവിതം എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പം അവിടെയുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ പള്ളിയിലൊക്കെ ഞാൻ കൂട്ടുകാർക്കൊപ്പം പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ, വെള്ളയുടുപ്പുള്ള സിസ്റ്റേഴ്സുമാരെ കാണുമ്പോൾ അവരുടെ കൂടെ പോയിരിക്കാനും അവരെ പോലെ ഒരു വെള്ളയുടുപ്പൊക്കെ ഇടാനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവവിളിയുടെ ആദ്യം തുടക്കം അങ്ങനെയായിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴാണെങ്കിലും ഈശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കുവാനൊക്കെ ഈശോ വഴിയൊരുക്കി, ഒരുപാട് ഘട്ടങ്ങളിലൂടെ വഴിയൊരുക്കി. എന്നാൽ ഈശോയെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിച്ചിട്ട് ഒരു സന്യാസ സമൂഹത്തിൽ ചേരുവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കാരിൽ നിന്നൊക്കെ ആണെങ്കിലും പോകണ്ട എന്നുള്ളൊരു എതിർപ്പൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വിളിയിൽ ഉറപ്പ്, ഈശോയെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിച്ചിട്ടാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ പോകാം എന്നുള്ള ഒരു ഉറപ്പിൽ തുടർ പഠനത്തിന് പോയത് അങ്ങനെയാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഡിഗ്രി കാലയളവ് എന്ന് പറയുന്നത് ശരിക്കും ഡിഗ്രി പഠനമായിരുന്നില്ല, കൂടുതൽ ദൈവവിളി ഒരുക്കുവാനായിട്ട് ഈശോ ഒരുക്കിയ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഡിഗ്രി കാലയളവ് എന്ന് പറയുന്നത്. അവിടെയാണെങ്കിലും ഒരുപാട് സിസ്റ്റേഴ്സ്, എന്നെ പഠിപ്പിച്ചത് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച സിസ്റ്റേഴ്സ്, ഞാൻ നിന്ന ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ ജീവിത മാതൃകകളൊക്കെ എനിക്ക് ഒരുപാട് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുവാനായിട്ട് വഴിയൊരുക്കിയിരുന്നു. അപ്പോൾ ഏത് കോൺഗ്രിഗേഷൻ പോകണമെന്നൊക്കെ എനിക്ക് ഒരുപാട് സംശയമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അത് ഞാൻ ചോദിക്കാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ സിസ്റ്റർ ആവണമെന്ന് തീരുമാനിച്ചപ്പോൾ എങ്ങനെ സീക്രട്ട് ഒരുപാട് കോൺഗ്രിഗേഷൻസ് ഉണ്ടല്ലോ, എങ്ങനെ ഇത് ചൂസ് ചെയ്യാൻ എന്തായിരുന്നു തീരുമാനം? അതിന് ഏറ്റവും ഉത്തമമായിട്ട് പറയുകയാണ്, എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ കടന്ന ബെഡ്റൂമിൽ എൻ്റെ കട്ടിലിന് നേരെ മുകളിലായിട്ട് ഒരു തിരുഹൃദയ രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആ ഹോസ്റ്റലിലെ ചാപ്പലിൽ ഈശോയുടെ തിരുഹൃദയ രൂപമായിരുന്നു പ്രധാനമായിട്ട് ആ ചാപ്പലിൽ ഉണ്ടായിരുന്നത്.
അപ്പോൾ ആ രൂപമായിരുന്നു എൻ്റെ എന്താ പറയുന്നത് എൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ വേദനിക്കുന്ന ഘട്ടങ്ങളിലും സന്തോഷത്തിൻ്റെ വേളകളിലൊക്കെ ഞാൻ ആ ഈശോയുടെ അടുത്തും പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒറ്റയ്ക്ക് തനിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ആ തിരുഹൃദയ രൂപത്തിൽ നോക്കി സംസാരിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് കൂടുതൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വരുവാൻ വഴിയൊരുക്കിയ ഘടകങ്ങളായിരുന്നു. മമ്മിക്ക് എങ്ങനെ തോന്നിയായിരുന്നു ആളിങ്ങനെ സിസ്റ്റർ ആവാൻ പോകുന്നോ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ മമ്മിക്ക് എങ്ങനെയാ എന്താ തോന്നിയിരുന്നത്? കുഞ്ഞിലേ തൊട്ടേ ദൈവത്തെക്കുറിച്ച് പറയാനും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാനും ഭയങ്കര താല്പര്യമായിരുന്നു. പള്ളിയിൽ പോകുന്ന കാര്യത്തിലായാലും ആരാധനയ്ക്ക് നമ്മുടെ അവിടെ ആരാധനയുണ്ട്, മുടങ്ങാതുള്ള ആരാധന ഉണ്ടായിരുന്നു. അതിന് വർഷങ്ങളായിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ 2 പേരെയും കൊണ്ട് പോകുമായിരുന്നു. 2 പേരെയും 2 മടിയിൽ അപ്പുറം ഇപ്പുറം കിടത്തി ഉറക്കും. രാത്രിയിൽ 5:30 ആരാധന തുടങ്ങിയാലും 5 മണിയാകുമ്പോഴത്തേനും ഞാൻ കൊണ്ടുപോകും, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമായിരുന്നു. അതിന് മുടങ്ങാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷത്തോളം ഞങ്ങളങ്ങനെ മുടങ്ങാതെ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് കൊച്ചിങ്ങനെ ദൈവവിളിക്ക് പോകാനായിട്ട് ഉള്ള താല്പര്യം വന്നത്. ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് പോകാനൊന്നും താല്പര്യം പറഞ്ഞില്ല? ഇല്ല, 10ാം ക്ലാസ്സിലായപ്പം തൊട്ടേ ഞാൻ സിസ്റ്ററാകാൻ പോകുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കട്ടായം സിസ്റ്റർ ആയിട്ടേ ഉള്ളൂ. ഇവർ ചേർത്തി 2 പേരും കൂടെ ഇവരൊരു ക്യാമ്പിന് പോയായിരുന്നു 10ാം ക്ലാസ്സിൽ. അപ്പോഴത്തേനും പറഞ്ഞു ചേച്ചിയെ സിസ്റ്ററാകാൻ പോവുള്ളൂ, ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അങ്ങനെ പോയി 2 പേരും ഇത് ക്യാമ്പിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് 2 പേരും 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ +1 ഒക്കെ ആയി. അന്നേരം ഞങ്ങൾ പറഞ്ഞു +1ഉം +2ഉം കഴിഞ്ഞപ്പോഴും പറഞ്ഞു സിസ്റ്ററാകാൻ പോകണമെന്ന് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളോട് എന്നാൽ ഡിഗ്രിക്ക് വിടാം, എന്നാലും ഇതങ്ങനെ മാറും ചിന്ത മാറുമോ ഇല്ലയോ എന്നറിയാം. എന്നിട്ട് ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ആദ്യത്തെ വർഷം തൊട്ടേ സിസ്റ്റർ PTAക്ക് വിളിക്കുമ്പോൾ പറയും ആഗ്നസിന് പഠനത്തിലല്ല കാര്യം, ദൈവത്തിന് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള താല്പര്യമാണ്. അപ്പം പഠിക്കുന്ന പുസ്തകത്തിനകത്താണേലും വിസ്തൃത പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. അപ്പം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴത്തേനും ലൈബ്രറി പോയിട്ട് വിസ്തൃത പുസ്തകം എടുത്ത് പഠിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നെന്ന് പറഞ്ഞു. ഓരോ PTAക്ക് ചെല്ലുമ്പോഴും അതേ വേറെയുള്ള കംപ്ലൈൻ്റ് ഒന്നുമില്ല, പ്രാർത്ഥന. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴാണേലും പറയും ആഗ്നസിന് ചാപ്പലിലുണ്ട്, അവിടുന്ന് വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയും. സിസ്റ്ററിനെ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഹാപ്പിയാണെന്ന്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞു സിസ്റ്ററായിട്ട്. ഈ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അപ്പൻ്റെ അമ്മയുടെ നടുവിലിരിക്കുമ്പോൾ സിസ്റ്ററിന് എന്താണ് ഫീൽ ചെയ്യണത്? ഒരു ഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ അംഗമെന്ന് പറയാൻ എനിക്ക് ഏറെ സന്തോഷവും അതിലേറെ ആനന്ദവുമുണ്ട്. ഈ നിമിഷം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന തിരുവചനം, ദൈവമായി അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു, ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ എന്ന സങ്കീർത്തകൻ്റെ മനോഭാവമാണ് ഇപ്പോൾ എനിക്കുള്ളത്. കാരണം അത്രയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു ജീവിതമാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ മഠത്തിൽ വരുന്നതിന് മുമ്പ് എനിക്കൊരു സങ്കടമുണ്ടായിരുന്നു. മഠത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ മഠത്തിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ എൻ്റെ പപ്പായും മമ്മിയും ആരും നോക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു ജോലി മേടിച്ച് അവരെ നോക്കണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹവും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഏറെ സന്തോഷത്തോടും ഉറപ്പോടും പറയാൻ പറ്റും, ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നതിലും ഇരട്ടി അനുഗ്രഹം ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഈശോ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൊച്ചു ഫോർമേഷൻ കാലഘട്ടത്തിലോട്ട് പോയപ്പോൾ ഒരു രോഗം വന്നായിരുന്നു, മെനിഞ്ചൈറ്റിസ് എന്ന രോഗം. അപ്പോൾ ആദ്യം അവിടെ ഒരാഴ്ച മുരിക്കാശ്ശേരി ആശുപത്രി കിടന്നായിരുന്നു, പനിയാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളോട്ട് സാധാരണ പനിയായിരിക്കും എന്ന് ഓർത്തുകൊണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും കൊച്ചിന് തീരെ വയ്യാതെ അവിടുന്ന് ഞങ്ങൾ പൈനാവ് ആശുപത്രി കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം പിന്നെ രോഗം എന്നാന്ന് കണ്ടുപിടിക്കാൻ മെഡിക്കൽ കോളേജിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ചെന്നപ്പോഴും അവിടെ പിന്നെ തറയിലാണ് ഇത് കിട്ടിയിരുന്നു കിടക്കാൻ, അവിടെ ഇടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ രോഗം കൂടിയിരുന്നതെന്ന് നമുക്കറിയത്തില്ല, പനിയാന്നോർത്ത് മാത്രമാണ് പോയത്. അവിടെ ചെന്നവർ പറഞ്ഞു നട്ടല്ലേൽ ഇഞ്ചക്ഷൻ എടുക്കണം, എന്നാലേ കൊച്ചിൻ്റെ രോഗം എന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസമായപ്പോൾ നട്ടല്ലേന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് നോക്കി. അന്നേരം തന്നെ അറിഞ്ഞായിരുന്നു മെനിഞ്ചൈറ്റിസ് ആണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഈ ട്രിപ്പ് കുത്തുന്നത് മാത്രമേ ഉള്ളൂ, വേറെ കൊച്ചിനെ ചെന്നപ്പം തൊട്ടുള്ള ഇതിന് ഒരു മാറ്റവും ഇല്ല. പനിയാണേലും 100-110 ഇങ്ങനെ കൂടി നിൽക്കുക, പനിക്ക് ഒരു കുറവുമില്ല. അപ്പം കൊച്ചിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് ഒരാളെ അനുവദിക്കത്തുള്ളൂ താനും. ചേട്ടൻ താഴത്തെ ഇതിലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ താനും കൂടെ. പിറ്റേ ദിവസം വന്നിട്ട് ഇവർ പറഞ്ഞു കൊച്ചിൻ്റെ നട്ടലേന്ന് കുത്തണം, ഒന്നുകൂടി എടുത്ത് നോക്കണം, എന്നാന്നറിയണമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ചോദിച്ചു ആദ്യം എടുത്ത് അറിഞ്ഞാണല്ലോ, കൊച്ചു വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുമില്ല, ഈ ട്രിപ്പ് മാത്രമേ കേടുന്നുള്ളൂ. അന്ന് പിറ്റേ ദിവസം ഒന്നുകൂടി അവരെടുത്തു. അതും എടുത്തിട്ട് പിന്നെയും പറഞ്ഞു ഒരു പ്രാവശ്യം കൊണ്ട് എടുക്കണം. അങ്ങനെ 3 പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ടും രോഗത്തിന് ഒരു കുറവില്ല. അപ്പം ഡോക്ടർ പരിശോധനയ്ക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഓരോ ഡോക്ടർമാരിങ്ങനെ മാറി മാറി വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, കൊച്ചിന് ഒരു കുറവുമില്ല. ഞാൻ ചോദിച്ചു അന്നേരം ഒന്നുകൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എടുക്കാൻ പറ്റുകയില്ല,
ഞങ്ങൾ വേറെ ആശുപത്രി കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അത് പറ്റുകയില്ല, ഞങ്ങളുടെ അനുഭവത്തോടെ പറഞ്ഞു വിടുകയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കൊച്ചിന് സിസ്റ്ററാകാൻ പോയെന്ന് ഉള്ളതിൻ്റെ ആ ഒരു ഇതിൽ ആദ്യം തൊട്ടേ ഡോക്ടർക്കൊരു ഇത് പറഞ്ഞായിരുന്നു ഡോക്ടർ. അന്നേരം ഞാൻ പറഞ്ഞു, അന്നേരം കൊച്ചിനെ ഈശോയ്ക്ക് ഞങ്ങൾ കൊടുത്തേക്കുന്ന മോളാണെങ്കിൽ ഈശോ അവളെ രക്ഷിച്ചോളും എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോരുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി അതേ സ്റ്റേജിൽ തന്നെ തിരിച്ച് കാറയിൽ ഛർദ്ദിച്ച് ബക്കറ്റ് ഛർദി അതുപോലെ ഛർദ്ദിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കൈനാവാശുപത്രി വന്നു. കൈനാവാശുപത്രി വന്ന് ഒരാഴ്ച കിടന്നിട്ട് കൊച്ചിന് ചെറുതായിട്ടൊരു ശമനം വരുന്നേ ഉള്ളൂ. എന്നാൽ ഈ പനിക്കൊരു കുറവും വരുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കൊച്ചിൻ്റെ കാലെ തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് കൊടുത്ത മകളാണെങ്കിൽ ഈശോ രക്ഷിക്കണം, എൻ്റെ കൊച്ചിൻ്റെ പനി മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പം പറഞ്ഞു, എന്നെ അത്ഭുതമായത് കൊച്ചിൻ്റെ പനി കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഈശോയ്ക്കുള്ള മോള് തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു ചഞ്ചലപ്പുണ്ടായിരുന്നു, കൊച്ചിനെ വിടാനായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ഞാൻ ഈശോയ്ക്ക് തന്നെ വിട്ടുകൊടുത്തേക്കുക, ഈശോ അവളെ രക്ഷിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു അനുഭവം മറക്കാൻ പറ്റുകയില്ല. 26 വർഷം മുമ്പ് പപ്പ ആ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയതിൽ നിന്നാണ് ഈ ഒരു കുടുംബം ശരിക്കും പറഞ്ഞാൽ അന്ന് കിട്ടിയ ഒരു ചെറിയ തിരിയിൽ നിന്നാണ് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ സിസ്റ്റർ ആകാൻ പോയിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ വായിക്കുന്ന പുസ്തകത്തിലെ വിശുദ്ധരെ പോലെ സിസ്റ്ററും ഒരു നല്ലൊരു വിശുദ്ധയായി മാറട്ടെ. തീർച്ചയായും ഇപ്പോൾ ഉള്ള ആ ഒരു സ്ട്രോങ് ഫെയ്ത്ത് അതിൽ തന്നെ നിന്ന് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒരുപാട് പേരെ വിശ്വാസത്തിലേക്ക് നയിക്കാനും ഒക്കെ സിസ്റ്ററിന് സാധിക്കട്ടെ. തീർച്ചയായും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരുപാട് നന്ദി നിങ്ങൾ ഇവിടെ വന്ന് ഷെയർ ചെയ്തതിലൊക്കെ. താങ്ക് യു വെരി മച്ച്. സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥന അന്ന് സിസ്റ്ററാകാൻ പോയ അന്ന് തൊട്ട് 3 മണി ജപം ഒരിക്കലും മുടക്കിയിട്ടില്ല. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിയോഗങ്ങൾ സിസ്റ്ററിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെയും മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയ സപ്പോർട്ടുള്ള പാരൻസാണ് സിസ്റ്ററിൻ്റെ കൂടെയുള്ളത്. അപ്പോൾ ഇത്രയും നല്ല വലിയ സ്ട്രോങ് പില്ലേഴ്സാണ്. തീർച്ചയായും ഒരു നല്ല വിശുദ്ധയായി വരട്ടെ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു സ്പെഷ്യൽ എൻജിനീയർ സിസ്റ്ററാണ്. എന്നുവെച്ചാൽ എൻജിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഒരു അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ പോസ്റ്റിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയ ISROയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ഏക ലക്ഷ്യമൊക്കെ ആയിട്ട് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പോയിരുന്ന ഒരാളെ പറ്റിയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. മറ്റാരുമല്ല, സിസ്റ്റർ കൃപ ആണ്. അപ്പോൾ സിസ്റ്റർ കൃപ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സിസ്റ്റർ ഞാൻ ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, സിസ്റ്റർ കേരളത്തിലല്ല ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ ആ ഒരു സിസ്റ്റർ ആകുന്നിടം വരെയുള്ള ആ ഒരു യാത്ര ഒന്നൊന്ന് പറയാമോ? ഞാൻ ജനിച്ച് വളർന്നത് രാജസ്ഥാനിലാണ്. എൻ്റെ വീട്ടിൽ മമ്മിയും ആങ്ങളെയും പിന്നെ സിസ്റ്റർ ഇൻലോ ഉണ്ട്. ജനിച്ച നാട്ടിലാണെങ്കിലും വളർന്നതും പഠന കാലഘട്ടം എല്ലാം രാജസ്ഥാനിലായിരുന്നു. അന്നൊന്നും ഇങ്ങനെ ആത്മീയ അന്തരീക്ഷം ആയിരുന്നില്ല. എത്ര നാളായിരുന്നു രാജസ്ഥാനിൽ? എൻ്റെ സ്കൂളിൽ മൊത്തം അവിടെയായിരുന്നു. അതാണ് മലയാളത്തിലൂടെ ഒരു ചെറിയ മലയാളം നാട്ടിൽ വന്നതിന് ശേഷമാണ് പഠിക്കുന്നത്. കാരണം കൂടുതൽ യൂസ്ഡ് ഹിന്ദി ആയിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാം മിക്സാണ്, ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എല്ലാം മിക്സാണ്. പഠനകാലം എല്ലാം ഇങ്ങനെ അടിച്ചു പൊളിച്ചൊരു കാലഘട്ടമായിരുന്നു. ഫ്രണ്ട്സ് സർക്കിളും അങ്ങനെയൊക്കെ. അന്നൊരിക്കലും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും സമർപ്പിത ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ഒരു വാക്ക് പോലും ഡിക്ഷണറിയിൽ ഇല്ല. അങ്ങനെ പഠിച്ചുകൊണ്ട് കുഞ്ഞുനാളിൽ മുതലേ ഒരു 7th സ്റ്റാൻഡേർഡ് മുതലേ എനിക്കൊരു എൻജിനീയറിംഗ് ഫീൽഡിലോട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അന്ന് എന്നെ ആകർഷിച്ചത് കൽപ്പന ചാവലയും പിന്നെ അബ്ദുൽ കലാം സാറായിരുന്നു. അവരുടെ ആ ബയോഗ്രാഫിയും അവരുടെ ആ ഒരു എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലൂടെ എനിക്ക് ISRO ആയിരുന്നു എന്നെ കൂടുതൽ ആകർഷിച്ചത്. പിന്നെ നാട്ടിലേക്ക് ഇങ്ങ് പോന്നു ഡിഗ്രിക്ക് വേണ്ടി, എൻജിനീയറിങ്ങിന് വേണ്ടി. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് അവിടെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ പിന്നെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും എൻജിനീയറിംഗ് കംപ്ലീറ്റ് ആക്കുക, ISROയിൽ കയറുക. അപ്പോൾ തന്നെ ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടി ടാറ്റ AIG ഉള്ളൂരിൽ അസിസ്റ്റൻസ് മാനേജറായിട്ട്. അത് ജസ്റ്റ് ഒരു 6 സെമസ്റ്റർ ആയതുകൊണ്ടും അങ്ങനെ നമുക്ക് ജസ്റ്റ് ട്രെയിനിങ് പീരീഡേ ഉള്ളൂ, ഫുള്ളായിട്ട് അങ്ങനെ പോകണ്ട. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് ഓൺലി വി ഹാവ് ടു ജോയിൻ ഇറ്റ്. അങ്ങനെ
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിലേക്ക് കയറി വരുന്നത്. അത്ര നാളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത ഇതാണ്. കാരണം അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേ അല്ല വളർന്നതും. സ്പേസിനെ കുറിച്ച് ISRO മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലേക്ക് കയറി പറ്റുക, അതിലേക്ക് ചെന്ന് കയറുക, അത് മാത്രമായിരുന്നു. എങ്കിലും എവിടെയോ എന്തോ ഒരു ദിവ്യശക്തി എന്നെ സ്വന്തമാക്കിയെന്ന് തന്നെ പറയാം. അങ്ങനെ ആ റൂട്ടങ്ങ് മാറി ഫൈനൽ ഇയർ ആയപ്പം, ഓൾമോസ്റ്റ് എൻ്റെ ക്ലാസ് തീരാറായപ്പോൾ എനിക്ക് സമർപ്പിത ജീവിതത്തിലേക്ക് പോകണം. പക്ഷേ എങ്ങോട്ടാണെന്നും എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. പക്ഷേ എന്തോ അതിലേക്കൊരു എന്നെ ചായ്വ് കൊണ്ട് എന്നെ സ്ട്രോങ് ആയിട്ട് അതിലേക്ക് നയിക്കുന്ന ഒരു പവർ എനിക്ക് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു നോക്കി. പക്ഷേ വീട്ടുകാർ ആദ്യമൊക്കെ അതൊരു തമാശയായിട്ട് എടുത്തു. കാരണം പ്ലേസ്മെൻ്റൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ പോവുകയില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഫൈനലായപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു. മനസ്സോടെ ആയാലും അവർക്കൊന്നും പറയാനും പറ്റുന്നില്ല. മമ്മി മാത്രം സപ്പോർട്ട് ചെയ്തു എന്നെ മുന്നോട്ട് പോകാൻ. എൻ്റെ തീരുമാനത്തിന് എൻ്റെ വീട്ടുകാരെന്നെ വിട്ടുകൊടുത്തു. അങ്ങനെ അവർ തിരികെ രാജസ്ഥാനിൽ പോയി. ഞാൻ തന്നെ തിരിച്ച് നാട്ടിലേക്ക് ഇവിടെ തന്നെ ആയിപ്പോയി. എന്നിട്ട് എൻ്റെ അങ്കിളും ആൻറ്റിയാണ് എന്നെ കോൺവെൻറ്റിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഒരു സ്ട്രഗിൾ എന്ന് പറയുമ്പം എല്ലാവരോടും യുദ്ധം ചെയ്ത് ഞാൻ യുദ്ധക്കളത്തിൽ ഒറ്റയ്ക്കായി പോയ പോലെ. കാരണം ആരും കൂടെയില്ല, ആരും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം അങ്കിളും ആൻറ്റി എന്നെ കൊണ്ടാക്കി. എനിക്കൊരു സ്ട്രഗിളുണ്ട്. കാരണം ലാംഗ്വേജ് എനിക്ക് അറിയില്ല. ഇനി എന്തൊന്നും മുന്നിലേക്ക് പോകുമ്പം ഒരു അൺസർട്ടനിറ്റിയാണ്. എങ്കിലും എടുത്ത തീരുമാനത്തിലേക്ക് ഇനി പിന്നോട്ടില്ല. അങ്ങനെ മഠത്തിലേക്ക് ചെന്നു. മഠത്തിൽ എൻ്റെ ഒരു ആൻറ്റി സിസ്റ്ററുണ്ട്. ആൻറ്റിയുടെ അത്രയൊന്നും കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഈ മഠം അടുത്തായതുകൊണ്ടും പിന്നെ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം അടുത്തുള്ള മഠത്തിൽ പോയാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഞാൻ പേരാവൂർ മഠത്തിലേക്ക് കയറി. എൻ്റെ അങ്കിളും ആൻറ്റി എന്നെ അവിടെ സിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് കണ്ണുകളോടെ അവർ തിരികെ മടങ്ങുന്നു. അന്ന് മുതൽ ഒരു പുതിയ ലോകവും പുതിയ ഒരു ജീവിതം പോലെയായിരുന്നു. പിന്നീട് ഒരിക്കലും ഞാൻ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പുതിയ ഉണർവ് പോലെ. കാരണം എന്നെ സംബന്ധിച്ച് ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി എല്ലാം കൂടി ഒരു പുതിയ എൻവയോൺമെൻ്റ് ആയിരുന്നു. അങ്ങനെ ആ കാലഘട്ടം കടന്നുപോയി. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ISRO എന്ന് ആഗ്രഹിച്ച ആ സ്പേസ് ഞാൻ കണ്ടെത്തിയത് ഈശോയുടെ തിരുഹൃദയത്തിലാണ്. അത് ഞാൻ കൂടുതൽ ഒരു ഇതായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ഇന്ത്യൻ സേക്രഡ് ഹാർട്ട് റിസർച്ച് ഓർഗനൈസേഷൻ. തീർച്ചയായും നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സിസ്റ്റർ ജെസീറ്റ, ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കുവൈറ്റ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നൂലേ? ഡിഫറെൻ്റ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ. ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നിട്ട് എങ്ങനെയാണ് ഈശോയെ അറിഞ്ഞ് ആ ഒരു സ്നേഹം മനസ്സിലാക്കി, അതുമാത്രമല്ല ഈ ദൈവവിളിയോട്ട് വരാനുള്ള സിസ്റ്ററുടെ യാത്രയും ആ ജേണി ഒന്ന് സിസ്റ്ററിനോട് ചോദിച്ചറിയാം. ഞാൻ ജനിച്ചതും വളർന്നതും കുവൈറ്റിലാണ്. നാട്ടിൽ തെളകത്താണ് എൻ്റെ വീട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അൽഫോൺസാമയുടെ നാമകരണ നടപടികൾ നടക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ കുവൈറ്റിൽ ക്രിസ്ത്യൻ കൂട്ടായ്മ എന്ന് പറയുന്നൊരു കൂട്ടായ്മയുണ്ട്. അവിടെ ഞങ്ങൾക്ക് വിശുദ്ധ അൽഫോൺസാമയുടെ ഒരു ചിത്രകഥ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തന്നു. അപ്പോൾ അത് മലയാളത്തിലായിരുന്നു. അന്ന് എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ അന്നേരം വീട്ടിൽ വന്നിട്ട് അൽഫോൺസാമയ്ക്ക് കൊച്ചു തെരേസയുടെ കഥ വായിച്ചു കൊടുത്തത് വല്യമ്മച്ചിയായിരുന്നു. ഞാൻ അന്നേരം എൻ്റെ വീട്ടിൽ ഞങ്ങളെ നോക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ അടുക്കൽ ഈ പുസ്തകമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, എനിക്കിത് വായിച്ചു തരാമെന്നും. അത് വായിച്ചു കഴിഞ്ഞപ്പം അൽഫോൺസാമ്മ വിശുദ്ധ കൊച്ചു തെരേസയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്കൊരു വിശുദ്ധയാകണമെന്ന്. അന്നേരം ഞാൻ അൽഫോൺസാമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പം ഞാനും പറഞ്ഞു, എനിക്കും ഒരു വിശുദ്ധയാകണമെന്ന്. അങ്ങനെ ഒരു വിശുദ്ധയാകണം, വിശുദ്ധിയിൽ വളരണം എന്ന് പപ്പയും മമ്മിയും അതുപോലെ എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. വിശുദ്ധി ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാമെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ സ്വർഗം കാണണം എന്നൊരാഗ്രഹം അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വളരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു സിസ്റ്റർ ആകണം,
എനിക്കും ഒരു വിശുദ്ധയാകണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുമായിരുന്നു. ഒരു 7ാം ക്ലാസ് വരെ ഈ ആഗ്രഹം ഭയങ്കര എൻ്റെ ഉള്ളിൽ സജീവമായിരുന്നു. പ്ലസ് ടു വരെ എന്തോ അതിനുശേഷം പിന്നെ പഠനത്തിലേക്കായി എൻ്റെ ശ്രദ്ധ. അപ്പോൾ ഞാൻ ടോട്ടലി ഇത് മുഴുവനും വിട്ടിട്ട് പഠിച്ച് കൂടുതൽ നല്ല മാർക്ക് നേടണം. പിന്നെ എൻ്റെ ആഗ്രഹം ഒരു നല്ല ഡോക്ടറാകണം. എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഒരു ഹോസ്പിറ്റല്, ഒരുപാട് പേരെ ശുശ്രൂഷിക്കണം എന്നൊക്കെ. അങ്ങനെ +2 കഴിഞ്ഞപ്പം എൻട്രൻസ് പഠിക്കാനായിട്ട് നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഓരോ ഹോസ്റ്റലും അലോട്ട് ചെയ്ത് തരിക. അങ്ങനെ എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ തിരുഹൃദയ സന്യാസിനി സമൂഹം നടത്തുന്ന കൊട്ടാരമറ്റത്തുള്ള SH ഹോസ്റ്റൽ, ശാന്തി ഹോസ്റ്റൽ എന്നാണ് വിളിക്കുന്നത്. ശാന്തി ഹോസ്റ്റലിലാണ് എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടിയത്. അങ്ങനെ അവിടെയാണ് ഞാൻ പഠിക്കാൻ വരുന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഒക്ടോബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ അതിനുള്ളൊരു സാഹചര്യം വരികയാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ സങ്കടം എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ വാർഡൻ സിസ്റ്റർ ലിനിറ്റ് കോഴിക്കൊത്തിക്കൽ സിസ്റ്റർ പറഞ്ഞു, കൊച്ചു പ്രാർത്ഥിക്ക്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്, ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകും. അങ്ങനെ എനിക്കങ്ങനെ അന്ന് ഒത്തിരി പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൊച്ചു കൈ വിരിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അന്നേരം എനിക്കത് ഭയങ്കര നാണക്കേട് പോലെയാണ്, കൈ വിരിച്ച് പ്രാർത്ഥിക്കുക, എല്ലാവരും എന്തിനാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതം എന്നോണം ആ വ്യക്തി ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അന്നേരം സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഞാനിത് സിസ്റ്ററുമായിട്ട് പങ്കുവെച്ചപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, കണ്ടില്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ആത്മാക്കളെ രക്ഷപ്പെടുന്ന കണ്ടോ എന്ന്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് സന്തോഷമായി, നമ്മുടെ കാര്യം നടന്നു. എന്നിട്ട് പിന്നീട് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പക്ഷേ എൻ്റെ ഉള്ളിലെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങി. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും എനിക്കിങ്ങനെ ഈശോ എന്നെ വീണ്ടും ആ 4ാം ക്ലാസ്സിൽ തോന്നിച്ച അതേ ആ ഒരു വിളിയിലേക്ക്, ഒരു സിസ്റ്റർ ആകണം എന്നുള്ള വിളിയിലേക്ക് എന്നെ വീണ്ടും വിളിക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ തോന്നലായിരിക്കും എന്ന്. അങ്ങനെ പക്ഷെ ഞാനിത് ആരുമായിട്ടും ഷെയർ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സിസ്റ്റർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഒരു സിസ്റ്റർ ആകാൻ ആഗ്രഹമുണ്ടോ എന്ന്. നമുക്ക് വേറെ പദ്ധതികളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല സിസ്റ്റർ, എനിക്ക് ആഗ്രഹമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ചോദ്യം എപ്പോഴും എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ അലട്ടുമായിരുന്നു. എന്നിട്ട് ഒരിക്കൽ ഞാനിങ്ങനെ തീരുമാനം എടുക്കുമ്പം വചനം, ഈശോ നിനക്കെന്താ പറയാനുള്ളത്, നീ എന്താ ആഗ്രഹിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിച്ച് വചനം തുറന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്ക് വിളിയുണ്ടോ ഈശോയെ, എനിക്ക് ശരിക്കും സിസ്റ്റർ ആകാൻ കഴിയുമോ എന്ന് ഇങ്ങനെ ഒരു ആലോചന ഇരിക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് വചനം തുറന്നു. അപ്പം സാധാരണ അങ്ങനെ എല്ലാ വചനവും നമ്മളെ സ്പർശിക്കില്ലല്ലോ. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, ഫിലിപ്പി 3:8-9. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി കരുതുന്നു. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടൊന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഈ വചനം കിട്ടിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉള്ളിലുണ്ട്. അതായത് എനിക്കറിയത്തില്ലേ, എന്തോ വലിയത് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ ഈശോയെ ശരിക്കും നീ എന്നെ വിളിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ, ഒന്നൊരു ഫീലിംഗ് ഉള്ളിലേക്ക് ജനിച്ചതും വളർന്നതെല്ലാം. അങ്ങനെയാണ് പിന്നെ ഞാൻ ശരിക്കും ഡിസൈഡ് ചെയ്യാൻ തുടങ്ങിയത്, എനിക്ക് സിസ്റ്റർ ആകണം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളത്. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.